വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ, അപ്പം നമ്മുടെ മനസ്സിൽ നമ്മളെ തള്ളിക്കളഞ്ഞവരുടെ ചിത്രവും ഉപേക്ഷിച്ചവരുടെ, റിജക്റ്റ് ചെയ്തവരുടെ, പുറത്താക്കിയവരുടെ ഒക്കെ മുഖവുമൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ വേദപുസ്തക അടിസ്ഥാനത്തിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നതും അത് യഹോവയാൽ സംഭവിച്ചു, അത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായി മാറിയതും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വേദപുസ്തക പ്രവചനമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവഗണിച്ചവരെ പരിഗണിക്കേണ്ടി വരും, തള്ളിക്കളഞ്ഞതിനെ അന്വേഷിച്ച് ചേർത്ത് പിടിക്കേണ്ടി വരും. നമ്മൾ നിന്ദിച്ച ചിലരിതിനെ ദൈവം ചിലയിടത്ത് മാനിക്കുമ്പോൾ നമ്മൾ അവർക്ക് വിധേയപ്പെടേണ്ടി വരും. ഇതുപോലെ ജനനം കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും ജീവിതത്തിൽ അവഗണനകൾ ഏറ്റുവാങ്ങിയ, തിരസ്കരിക്കപ്പെട്ട, തള്ളിക്കളയപ്പെട്ട ഒരു കല്ലായിരുന്നു ക്രിസ്തു. ആ കല്ല് ഇവൻ തന്നെ, യേശു തന്നെ എന്ന് തിരുവെടുത്ത് പറയുമ്പോൾ ആ കർത്താവ് എവിടെയെല്ലാം അവഗണിക്കപ്പെട്ടവനായിരുന്നു, അവഗണിച്ചവർക്കെല്ലാം പിന്നത്തേതിൽ അവനെ പരിഗണിക്കേണ്ടി വന്നു. ആ കല്ലിനെ ആരെല്ലാം തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞ പലർക്കും ആ കല്ലിനെ അന്വേഷിച്ചു വന്ന് ചേർത്ത് പിടിക്കേണ്ടി വന്നു.